അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ ഇന്ന് ഹിന്ദിയിൽ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ പാഠമാണ് ഷെക്കിബാസ് മക്കി. ഷെക്കിബാസ് മക്കി എങ്ങനെ വായിക്കും? ഷെക്കിബാസ് മക്കി. എന്താണ് ഷെക്കിബാസ് എന്ന് പറഞ്ഞാൽ? മക്കി കേട്ടിട്ടുണ്ടാവും അല്ലേ? മക്കി ഉറുദുവിലും പറയാറുണ്ടല്ലോ. മക്കി ഈച്ച, ഈച്ച. ഷെക്കിബാസ് പറഞ്ഞാൽ അറോഗൻറ്റ്, അഹങ്കാരിയായ. ഷെക്കിബാസ് അഹങ്കാരിയായ ഈച്ച. ഞാനാണ് വലിയവനെന്ന് വിശ്വസിക്കുന്ന അഹങ്കാരിയായ ഈച്ച. ഷെക്കിബാസ് അർത്ഥം അഹങ്കാരിയായ, മക്കി ഈച്ച. ഷെക്കിബാസ് മക്കി, ഷെക്കിബാസ് മക്കി, ഷെക്കിബാസ് മക്കി. ആദ്യം വായിക്കുന്നത് നോക്കിയോ, എന്നിട്ട് അർത്ഥം പറയാം. एक था जंगल, उस जंगल में एक शेर भोजन करके आराम कर रहा था. इतने में एक मक्खी उड़ती उड़ती वहाँ आ पहुंची. शेर ने दो तीन दिनों से स्नान नहीं किया था, इसलिए मक्खी शेर के कान के एकदम पास भिन 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 करने लगी. शेर को बहुत मुश्किल से नींद आई थी. उसने पंजा उठाया, मक्खी उड़ गई, लेकिन फिर से शेर के कान के पास बिन बिन शुरू हो गई. अब शेर को गुस्सा आया. वो दहाड़ा, अरे मक्खी दूर हट, वरना तुझे अभी जान से मार डालूंगा. मक्खी ने धीरे से कहा, छी छी, जंगल के राजा के मुंह से ऐसी भाषा काहे शोभा देती है. നോക്കാം. ഏക് താ ജംഗൽ, ഏക് താ ജംഗൽ. ഒരു എന്തുണ്ടായിരുന്നു? ജംഗൽ. ജംഗൽ മീൻസ് ഫോറസ്റ്റ്. ഏക് താ ജംഗൽ, ഒരു കാടുണ്ടായിരുന്നു. ഒരു കാടുണ്ടായിരുന്നു. ജംഗൽ കാട്, ഒരു വനം, ഒരു കാടുണ്ടായിരുന്നു. ദർ വാസ് എ ഫോറസ്റ്റ്. ജംഗൽ ഫോറസ്റ്റ്, കാട്. ഉസ് ജംഗൽ മേ ഏക് ഷേർ ഭോജൻ കർക്കെ ആരാം കർ രഹാ താ. ഉസ് ജംഗൽ മേം, ഉസ് ജംഗൽ മേം, ആ കാട്ടിൽ, ഏക് ഷേർ, ഒരു ഷേർ, സിംഹം, ഭോജൻ കർക്കെ, ഭക്ഷണം കഴിച്ചിട്ട്. ഭോജൻ കർണ, ഭക്ഷണം കഴിക്കുക. മലയാളത്തിൽ നമ്മൾ പറയില്ല ഭോജനം, ഭക്ഷണം, അതന്നെ. ഭോജൻ കർക്കെ, ഭക്ഷണം കഴിച്ചിട്ട്. ഭോജൻ കർണ എന്ന് പറഞ്ഞെങ്കിൽ ഭക്ഷണം കഴിക്കുക. ഭോജൻ, ഭക്ഷണം. ഭോജൻ കർക്കെ, ഭക്ഷണം കഴിച്ചിട്ട്. ആരാം കർ രഹാത്ത, വിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആരാം കർണ, വിശ്രമിക്കുക. ആരാം കർണ, വിശ്രമിക്കുക. ആരാം കർണ, വിശ്രമിക്കുക. വിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആരാം കർ രഹാത്ത, വിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്നെ മേം ഏക് മക്കി ഉടുത്തി ഉടുത്തി വഹാം ആ പഹുഞ്ചി. ഇത്നെ മേം, ഇത്നെ മേം, ഈ അവസരത്തിൽ, ഈ അവസരത്തിൽ, ഇൻ ദിസ് ടൈം. ഇത്നെ മേം, ഈ ഒരു അവസരത്തിൽ. ഏക് മക്കി, ഒരു ഈച്ച. ഉടുത്തി ഉടുത്തി, പറന്നു പറന്നു. ഉടിനായിരുന്നെങ്കിൽ പറക്കുക. ഉറുദുവിലും അങ്ങനെ തന്നെയാണ്, ഉടിന, പറക്കുക. ഉടുത്തി ഉടുത്തി, പറന്നു പറന്നുകൊണ്ട്. വഹാം ആ പഹുഞ്ചി, അവിടെ എത്തി. ആ പഹുഞ്ചി ആണെങ്കിൽ എത്തി. പഹുഞ്ചിന, എത്തുക. പഹുഞ്ചിന, എത്തുക. പഹുഞ്ചിന ഇതിനെങ്ങനെ നോക്കിയോ, അമീത്തയും താഴെയുള്ള വ്യത്യാസമുള്ള നോക്കിയോ. പഹുഞ്ചിന, എത്തുക. പഹുഞ്ചി എന്ന് പറഞ്ഞെങ്കിൽ എത്തി. ഉടുത്തി ഉടുത്തി, പറന്നു പറന്നുകൊണ്ട്. വഹാം, അവിടെ. ആ പഹുഞ്ചി, എത്തി. ഷേറിനെ ദോ തീൻ ദിനോ സെ സ്നാൻ നഹീ കിയാ താ. ആ ഷേറിനെ, ഈ സിംഹം, ദോ തീൻ ദിനോസെ, 2-3 ദിവസങ്ങളായി. ദോ തീൻ, 2-3 ദിനോസെ, ദിവസങ്ങളായി. സ്നാൻ നഹീ കിയാ താ, എന്തായിരുന്നില്ല? കുളിച്ചിരുന്നില്ല. സ്നാൻ എന്ന് പറഞ്ഞെങ്കിൽ കുളി. സ്നാൻ മലയാളത്തിലും പറയാറുണ്ട്, സ്നാനം. നമ്മൾ ഉളു കൊടുക്കുന്നതിലല്ല പറയുമല്ലോ, അംഗസ്നാനം, അംഗസ്നാനം. ഓക്കെ. അപ്പം സ്നാൻ പറഞ്ഞെങ്കിൽ കുളിക്കുക, കുളി. അപ്പോൾ 2-3 ദിവസമായി ഈ കള്ളൻ എന്തായിരുന്നില്ല? നഹിക്കിയാത്ത, സ്നാൻ നഹിക്കിയാത്ത, കുളിച്ചിരുന്നില്ല. വെറുതെ അയച്ച വന്നത് ഇല്ല. ഇസ്ലിയെ മക്കി ഷേർ കെ കാൻ കെ എക്ദം പാസ് ഭിൻ 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 കർനെ ലഗി. ഇസ്ലിയെ, എക്കാരണത്താൽ, കുളിക്കാത്തത് കാരണത്താൽ. മക്കി, ഒരു ഈച്ച, തേനീച്ചല്ല, ഈച്ച. ഷേർ കെ കാൻ കെ എക്ദം പാസ്, സിംഹത്തിൻ്റെ ചെവിയുടെ വളരെ അടുത്ത്. കാൻ എന്ന് പറഞ്ഞാൽ ചെവി, കാൻ, ചെവി. ഷേർക്കെ, സിംഹത്തിൻ്റെ. കാൻ കെ, ചെവിയുടെ. കാൻ കെ, ചെവിയുടെ. എക്ദം പാസ്, വളരെ അടുത്ത്. എക്ദം പാസ്, വളരെ അടുത്ത്. എക്ദം എന്ന് ഒറ്റയ്ക്ക് അർത്ഥം എഴുതുമ്പം പെട്ടെന്ന് എന്നാണ്. എക്ദം
പെട്ടെന്ന് എന്നാണ് അർത്ഥം. ഇവിടെ യക്ദം പാസ് എന്ന് പറയുമ്പോൾ വളരെ അടുത്ത്, വളരെ അടുത്ത്. ബിൻ 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 കർണേ ലഗി, ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ബിൻ 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 കർണാണെങ്കിൽ, ബിൻ ബിൻ കർണാണെങ്കിൽ ഈച്ചയുടെ ശബ്ദം, ഈച്ച ഉണ്ടാക്കുന്ന ശബ്ദം. ഓക്കെ, ബസിങ്. ബിൻ 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 കർണേ ലഗി, ഈച്ച ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ഈച്ചയുടെ ശബ്ദത്തിനാണ് ബിൻ ബിൻ എന്ന് പറയല്, ബിൻ ബിൻ കർണ. ഈച്ച ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ഷേർ കോ ബഹുത് മുഷ്കിൽ സെ നീന്ത് ആയി തി. ഷേർ കോ, ഷേർ കോ, ഷേർ മീൻസ് ഷേർ, സിംഹത്തിന്. ഷേർ കോ, സിംഹത്തിന്. ബഹുത്ത് മുഷ്കിൽ സെ, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. മുഷ്കിൽ, ബുദ്ധിമുട്ട്. മുഷ്കിൽ, ഷ്ക. എങ്ങനെ ഷ്ക എഴുതി നോക്കിക്കോ, ഷാന്റെ പകുതിയും ഷി പ്ലസ് ക, ഷ്ക. ഓക്കെ, അങ്ങനെയാണ് മുഷ്കിൽ എഴുതിയിട്ടുള്ളത്. ബഹുത്ത് മുഷ്കിൽ സെ, വായിക്കുമ്പോൾ തന്നെ ഓരോ അക്ഷരങ്ങളുടെയും ഘടന നോക്കണം. വായിക്കുന്നത് എങ്ങനെയാണ്, അക്ഷരങ്ങൾ എങ്ങനെയാണ് കൂട്ടി എഴുതിയിട്ടുള്ളത്, അതിൽ വരുന്ന വ്യത്യാസം എന്തെന്ന് വായിക്കാൻ പഠിക്കണം. ഒന്നിച്ച് തന്നെ അർത്ഥം പഠിക്കുന്നതിനേക്കാളും പ്രധാനമായിട്ട് വായിക്കുന്നത് ശരിയാക്കാൻ പഠിക്കണം. ബഹുത്ത് മുഷ്കിൽ സെ, വളരെ പ്രയാസപ്പെട്ട്. നീന്ത് ആയിത്തി, ഉറക്കം വന്നിരുന്നു. ഉസ്നെ പഞ്ചൗട്ടായ, അപ്പം സിംഹാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഉറങ്ങിയത്. ആ ഉറങ്ങിയ ഉടനെയാണ് ഈച്ച വന്ന് ശല്യമുണ്ടാക്കുന്നത്. നീന്തായിത്തി, ഉറക്കം വന്നിരുന്നു. നീന്ത്, നീന്തുക എന്നല്ല, ഉറങ്ങുക. നീന്താന ഉറക്കം വരിക. നീന്ത്, ഉറക്കം. ഉസ്നെ പഞ്ചൗട്ടായ, ഈ സിംഹം എന്താക്കി, പഞ്ചൗട്ടായ, തൻ്റെ കൈ ഉയർത്തി. പഞ്ചാണെങ്കിൽ സിംഹത്തിൻ്റെ കൈ, പഞ്ച സിംഹത്തിൻ്റെ കൈ. ഉട്ടായ, ഉയർത്തി. ഉട്ടായ, ഉയർത്തി. ഉട്ടായ, ഉയർത്തി. പഞ്ച്, കൈ. ഉട്ടായ, ഉയർത്തി. മക്കി ഉഡ്ഗൈ, ഈ ഈച്ച എന്താക്കി, പറന്നുപോയി. ഉഡ്ഗൈ, പറന്നുപോയി. ലേക്കിൻ, പക്ഷേ. ഫിർ സെ ഷേർ കെ കാൻ കെ പാസ് ബിൻ ബിൻ ശുറു ഹോ ഗൈ. ലേക്കിൻ, പക്ഷേ. ഫിർ സെ, പിന്നെയും. ഫിർ സെ, പിന്നെയും. ഷേർ കെ കാൻ കെ പാസ്, സിംഹത്തിൻ്റെ ചെവിയുടെ അടുത്ത്. ബിൻ ബിൻ ശുറു ഹോ ഗൈ, പിന്നെയും. ഭിൻ ഭിൻ എന്ന് ഈച്ച ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഷുറു ഹോന, തുടങ്ങുക. ഷുറു ഹോന, തുടങ്ങുക. നമ്മളെ മലയാളത്തിൽ, മലയാളം എന്ന് പറഞ്ഞാൽ നമ്മളെ കാസർഗോഡ് മലയാളത്തിലെല്ലാം പറയാറുണ്ട് ഷുറൂന്ന്, അല്ലേ? നമ്മൾ ഷുറൂന്ന് തുടങ്ങാന്ന് അറിയും, തുടക്കത്തിലേ തുടങ്ങാം, അല്ലേ? ഷുറുവാക്കി എന്ന് അറിയലുണ്ട്, ഷുറുവാക്കി, തുടങ്ങി. അപ്പോൾ ഏതായാലും അത് ഇതിൽ നിന്ന്, ഹിന്ദിയിൽ നിന്ന് അല്ലെങ്കിൽ ഉറുദുവിൽ നിന്നൊക്കെ വന്നതാണ്. ബിൻ ബിൻ ഷുറു ഹോ ഗൈ, പിന്നെയും ബിൻ ബിന്നാക്കാൻ തുടങ്ങി. ഷുറു ഹോന, തുടങ്ങുക. അബ് ഷേർ കോ ഗുസ്സ ആയ, ഇപ്രാവശ്യം സിംഹത്തിന് എന്ത് വന്നു, ദേഷ്യം വന്നു. ഗുസ്സ ആയ, ദേഷ്യം വന്നു. ഗുസ്സ ആയ, ദേഷ്യം വന്നു. വ ദഹാഡ, സിംഹം എന്താക്കി, ദഹാഡ, എന്തായി, റോർഡ്, അട്ടഹസിച്ചു. ഗ്രർ. വ ദഹാഡ, സിംഹം എന്താക്കി, അട്ടഹസിച്ചു. അരേ മക്കി ദൂർ ഹട്ട്, അരേ മക്കി, ഹൗസ് ഫ്ലൈ, ഈച്ചെ. ദൂർ ഹട്ട്, ദൂരേക്ക് മാറി നിൽക്കൂ. ഹട്ട്ന, മാറി നിൽക്കുക. ഹട്ട്ന, മാറി നിൽക്കുക. ഉറുദുവിലും അങ്ങനെ തന്നെയാണ്, ഹട്ട്ന. ദൂർ ഹട്ട്, ദൂരേക്ക് മാറി നിൽക്കൂ. വർന തുജ അബി ജാൻ സെ മർ ഡാലൂങ്ക, വർന, ഇല്ലെങ്കിൽ. ഓർ എൽസ്, ഇല്ലെങ്കിൽ. തുജെ, നിന്നെ. വർന എന്നുണ്ടെങ്കിൽ, വർന പറഞ്ഞെങ്കിൽ ഇല്ലെങ്കിൽ. വർന, ഇല്ലെങ്കിൽ. തുജെ, നിന്നെ. അബി, ഇപ്പൊ തന്നെ. ജാൻ സെ മാർ ഡാലൂങ്ക, ജാൻ സെ, ജീവനോട് ഞാൻ എന്താക്കും, മാർ ഡാലൂങ്ക, കൊന്നുകളയും. ജാൻസെ മാർ ഡാലുങ്ക എന്ന് ഒന്നിച്ച് പറയില്ല, കൊന്നുകളയുക. ഓരോന്നായിട്ട് അർത്ഥം വെക്കുമ്പോൾ ജാൻസെ, ജീവനോടെ. മാർ ഡാലുങ്ക, കൊന്നുകളയും. മാർ ഡാൽന എന്ന് പറഞ്ഞെങ്കിൽ കൊല്ലുക. മാർ ഡാൽന, കൊല്ലുക. മാർ ഡാൽന, കൊല്ലുക. വർണ്ണ, അല്ലെങ്കിൽ. തുജ, നിന്നെ. അബി, ഇപ്പോൾ. അബി, ഇപ്പോൾ. ജാൻസെ, ജീവനോടെ. ജാൻ, ജീവൻ. ജാൻ, ജീവൻ. നീ എൻ്റെ ജാൻ എന്ന് പറയില്ലേ, ജാൻ, ജീവൻ. ജാൻസെ, ജീവനോടെ. മാർ ഡാലുങ്ക, നിന്നെ കൊന്നുകളയും. മക്കീനെ ധീരേസെ കഹ, ഈ ഈച്ച ധീരേസെ, ധൈര്യത്തോടെ. ധീരേസെ, ധൈര്യത്തോടെ. കഹ, പറഞ്ഞു. ചി ചി, ജംഗിൽ കെ രാജ കെ മുഹ് സെ ഐസി ഭാഷ കഹീം ശോഭ ദേത്തി ഹൈ. ആര്? മക്കീനെ, നമ്മുടെ ഈച്ച. ധീരേസെ, ധൈര്യത്തോടെ. ധീരേസെ, ധൈര്യത്തോടെ. ബ്രേവ്ലി. കഹ, പറഞ്ഞു. ചി ചി, ജംഗിൽ കെ രാജ കെ മുഹ് സെ, കാട്ടിലെ രാജാവിൻ്റെ വായയിൽ നിന്ന്. മുഹ് പറഞ്ഞെങ്കിൽ മുഖം എന്നല്ല, വായ. മുഹ്, വായ. മുഹ്സെ, വായയിൽ നിന്ന്. ഐസി ഭാഷ, ഇങ്ങനെയുള്ള ഭാഷ. കഹീം ശോഭ ദേത്തി ഹെ, കഹീം, എപ്പോഴെങ്കിലും. ശോഭ ദേത്തി ഹെ, നല്ലതാണോ.
ഒരു രാജാവ് പറയേണ്ട വാക്കാണോ നിങ്ങൾ പറഞ്ഞത്? രാജാവിൻ്റെ വായിൽ നിന്ന് വന്ന ഈ വാക്കുകൾ നല്ലതാണോ? ഐസി ഭാഷ, ഇങ്ങനെയുള്ളൊരു ഭാഷ കഹിം ശോഭാദത്തി ഹെ, എപ്പോഴെങ്കിലും നല്ലതാണോ? ശോഭാദത്തി ഹെ നല്ലതാണോ? അത് ചോദ്യം എന്ന രീതിയിലാകുമ്പോൾ ആണോ, ശോഭാദത്തി ഹെ നല്ലതാണോ, ശോഭിക്കുന്നതാണോ, നല്ലതാണോ? ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്ര മതി, ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. പിന്നെ ഒന്നും കൂടി ഞാൻ വായിച്ചു തരാം. നമ്മൾ വായന, ഞാൻ പറഞ്ഞല്ലോ ഹിന്ദി നമ്മൾ തുടക്കമായതുകൊണ്ട് നമ്മൾ വായനയാണ് ആദ്യം ശരിയാവേണ്ടത്. ഒന്നും കൂടി ഞാൻ വായിച്ചു തരാം. നിങ്ങൾ ആദ്യം ഒന്ന് വായിച്ചതിന് ശേഷമാണ് അർത്ഥം വെച്ച് വരേണ്ടത്. ഓക്കെ, നോക്കിയോ. शेखी बाज मक्खी एक था जंगल, उस जंगल में एक शेर भोजन करके आराम कर रहा था। इतने में एक मक्खी उड़ती उड़ती वहाँ आ पहुंची। शेर ने 2-3 दिनों से स्नान नहीं किया था, इसलिए मक्खी शेर के कान के एकदम पास बिन 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 करने लगी। शेर को बहुत मुश्किल से नींद आई थी। उसने पंजा उठाया, मक्खी उड़ गई, लेकिन फिर से शेर के कान के पास बिन बिन शुरू हो गई। अब शेर को गुस्सा आया। गुस्सा आना ദേഷ്യം വരിക, അത് പറഞ്ഞില്ലേ? ഗുസ്സ ആയ, ദേഷ്യം വന്നു. ഗുസ്സ പറഞ്ഞാൽ ദേഷ്യം. വോ ദഹാഡ, അലറുക, ദഹാഡ്ന അലറുക. अरे मक्खी दूर हट, वरना तुझे अभी जान से मार डालूंगा। मक्खी ने धीरे से कहा, ची ची, जंगल के राजा के मुंह से ऐसी भाषा कहीं शोभा देती है। ओके, दैट्स ऑल. अस्सलाम वालेकुम व रहमतुल्लाह.